ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്ത് ഉദിതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 19 മെയ് 2026. ഈ മാസത്തെ 19ാമത്തെ ദിവസം, കാത്തിരിപ്പിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ വർഷത്തെ 139ാമത്തെ ദിവസവും ആണ്. ഇന്ന് 510ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം: കാത്തിരിപ്പിൻ്റെ ദിനങ്ങൾ എങ്ങനെ ആചരിക്കണം. കാത്തിരിപ്പിൻ്റെ ദിനങ്ങൾ എങ്ങനെ ആചരിക്കണം. യേശു കഷ്ടം അനുഭവിച്ചതിന് ശേഷം 40 നാളോളവും അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് അവൻ അരുളി ചെയ്തു. ഒരുമിച്ച് അവർ യെരൂശലേമിൽ മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങും പോവാതെ ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും ചെയ്തു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റങ്ങളോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒലിവുമലയിൽ നിന്നുമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. സ്ത്രീയന്മാർ എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ് ഇത് സംഭവിക്കുന്നത്. എന്ന് മാത്രമല്ല, അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വിട്ട് പോകരുതേ, പരിശുദ്ധാത്മാ വരദാനം ലഭിക്കുന്നിടം വരെ നിങ്ങൾ യെരൂശലേമിൽ തന്നെ കഴിയണമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരം അനുസരണയുള്ള അപ്പോസ്തലന്മാർ അവിടെ തന്നെ ഇരിക്കുകയും അവർക്ക് പെന്തക്കോസ്തി ദിനത്തിൽ അവർ പരിശുദ്ധാത്മാ വരം ലഭിക്കുകയും ചെയ്തു. അത് അവർക്ക് ഈ ലോകത്തിൽ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവാർത്ത അറിയിക്കുവാൻ സംഗതിയാക്കി. നാം ഓരോരുത്തരും എങ്ങനെയാണ് കാത്തിരിപ്പ് നടത്തേണ്ടത്? നാം ഈ 4 സുവിശേഷവും വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പിതാവിനോട് യാചിച്ചു. നമ്മളുടെ ഓരോരുത്തരുടെയും പാപം അവൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിൽ ബലിയായി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായും ഈ ലോകത്തിൽ നടന്ന് വലിയ കാര്യങ്ങൾ നടത്തി. അതിനുശേഷം അവൻ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ട സ്ലീഹന്മാർ നമ്മോട് പിന്നീട് പറഞ്ഞതായ കാര്യങ്ങളൊക്കെയും നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. അവർക്ക് സൗഖ്യദാന വരം ലഭിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് സുവിശേഷ വരം ലഭിച്ചു. അവർ എവിടേക്ക് പോയിരുന്നെങ്കിലും അവരെ സ്വീകരിക്കുവാൻ ദൈവം മുന്നേ തന്നെ ഒരുക്കിയിരുന്നു എന്ന് നമുക്ക് അവരുടെ യാത്രയിൽ നിന്നും മനസ്സിലാകും. എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു കാലമായിരുന്നു എന്നും കൂടി നമ്മൾ മറക്കാതിരിക്കണം. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, നമുക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ എല്ലാവരും സ്വതന്ത്രരാണ്. നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഓരോരുത്തരും ദൈവമായ കർത്താവിൻ്റെ തൃപ്പാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടിയിരിക്കണം. നമ്മളെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ 10 ദിവസത്തിനകത്ത് ഒരു ആഘോഷങ്ങളും പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവാഹ കൂദാശകൾ ഈ 10 ദിവസത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളോ കല്യാണം ഉറക്കുകയോ ഒന്നും തന്നെ ഈ 10 ദിവസത്തിനിടയ്ക്ക് നടത്താറില്ല.
കാരണം നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കേണ്ട സമയമാണിത്. അപ്പോഴാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ യഥാർത്ഥ ശക്തി നമ്മിലേക്ക് കടന്നു വരിക. നമ്മൾ മാമോദീസയിലൂടെയും മൂറോൻ അഭിഷേകത്തിലൂടെയും ആദ്യ കുർബാനയിലൂടെയും ഒക്കെ നമുക്ക് പരിശുദ്ധാത്മ വരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത അനുഗ്രഹം നമ്മൾ പ്രാപിച്ചു. അതായത് ആദ്യത്തെ കിരീടം നമുക്ക് ലഭിച്ചിരുന്നു. ആ കിരീടം നമ്മൾ സ്വീകരിച്ചതിന് ശേഷം ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ശൈശവ പ്രായത്തിൽ നമ്മൾ നടന്നു എന്നതിന് രണ്ടഭിപ്രായം ഉണ്ടാകുകയില്ല. എന്നാൽ അതിനുശേഷം നമ്മൾ ഓരോരുത്തരും യൗവനയുക്തരായതിനു ശേഷം ആകൽക്കർസായാണോ അതോ ആ പരിശുദ്ധാത്മാവാണോ നമ്മെ നയിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 5 മിനിറ്റെങ്കിലും നമ്മളുടെ അന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒരു അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൗനമായി കണ്ണുകളടച്ച് അവിടെ ഒന്ന് ഇരുന്ന് നോക്കുക. അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ എവിടെ നടത്തുന്നുവോ അവിടെ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ നമ്മളുടെ വിശ്വാസം എവിടം വരെ ഉണ്ട് എന്ന്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണോ അതോ നമ്മൾ അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുക്കുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ കാത്തിരിപ്പിൻ്റെതായ ഈ 10 ദിവസങ്ങൾ നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുകയും അവനിൽ വിശ്വസിച്ച് നമ്മെ തന്നെ അവൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ ശക്തി നമുക്ക് തിരിച്ചു കിട്ടുകയും നമ്മൾ ഒരു നല്ല ക്രിസ്ത്യാനിയായി ബാക്കിയുള്ള ജീവിതം ജീവിക്കുന്നതിന് നമുക്ക് സാധിക്കും. ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോഴാണ് നാം ഓരോരുത്തരും ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നതും. അത് നാം മറക്കാതെ പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ കാത്തിരിപ്പ് നമുക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മൾ ഒരു നല്ല ക്രിസ്ത്യാനിയായി വിശ്വാസത്തോടുകൂടി ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നമുക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ബാക്കിയുള്ള ജീവിതം ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.